സത് ശ്രീ അകാൽ. എല്ലാവർക്കും ഹണിഡ്യൂസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഭൗമദിന പ്രസംഗമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, ഉപകാരപ്പെടുന്ന പ്രകൃതി പഠനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണുന്നതിനായി മേലെ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞങ്ങളുടെ കൊച്ചു കൊച്ചു യാത്രാവിശേഷങ്ങൾ അറിയുന്നതിനായി മേലെ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഞങ്ങളുടെ രുചിവിശേഷങ്ങൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി മേലെ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിലെ ഒട്ടുമിക്ക പ്ലേലിസ്റ്റിന്റെ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാണാനായി മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരംഗമാവാനും അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ. ഇനി പ്രസംഗത്തിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. ഭൂമിയുടെ സംരക്ഷണമാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. അങ്ങനെയാവുമ്പോൾ ഏപ്രിൽ 22 മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് ഭൂമിയുടെ ദിനങ്ങൾ തന്നെയാണ്. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22 ആദ്യത്തെ ഭൗമദിനം അമേരിക്കൻ ഐക്യനാടുകളിൽ നടത്തിയത്. പ്രകൃതിയെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുപരി ആഡംബരത്തിനും സുഖഭോഗങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ആശ്രയിച്ചിരിക്കുന്നു ഭൂമിയുടെ നിലനിൽപ്പ്. ഈ നൂറ്റാണ്ട് തീരും മുൻപേ ഭൂമിയുടെ ഊഷ്മാവ് 4 ഡിഗ്രി കൂടി വർദ്ധിക്കുമെന്നാണ് UN പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. വാഹനങ്ങൾ കൂടുന്നതും ശീതീകരണോപകരണങ്ങൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ കൂടുന്നതുമെല്ലാം ഭൂമിയിലെ കാർബണിന്റെ അളവ് കൂട്ടുന്നു. എന്നാൽ കാർബൺ വലിച്ചെടുക്കുന്ന മരങ്ങളുടെ എണ്ണവും കുറഞ്ഞു വരുന്നതിനാൽ ഉണ്ടാവുന്ന കാർബൺ ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. ചൂട് കൂടുന്നതിന്റെ ഒരു വലിയ കാരണം ഇതുതന്നെയാണ്. നമുക്ക് കിട്ടിയ ഈ മനോഹര ഭൂമിയെ ഒരു തീച്ചൂളയാക്കി വരും തലമുറയ്ക്ക് നൽകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുവാനുണ്ടെങ്കിൽ അതിനുള്ള സമയം ഇതാണ്. പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നതും വനങ്ങൾ സംരക്ഷിക്കുന്നതും ഒരായുസ്സിൽ നടാവുന്നത്ര മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും അന്നത്തേക്കാൾ മഹത്വമായ വായു കൊടുക്കുന്ന പുണ്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രകൃതി തണുക്കട്ടെ, പ്രകൃതി തളിർക്കട്ടെ, പ്രകൃതിയിൽ ഇനിയും ജീവൻ തുടിക്കട്ടെ. കൂടുതൽ പ്രസംഗങ്ങൾക്കും കവിതകൾക്കും കഥകൾക്കും കടങ്കഥകൾക്കും പഴഞ്ചൊല്ലുകൾക്കും ഒക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഇനി മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.